ഹലോ, ഇന്ന് നമ്മളൊരു റിവിഷൻ മെത്തേഡാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും പഠിക്കാൻ ഭയങ്കര മിടുക്കന്മാരും അല്ലേ. അപ്പോൾ നമ്മൾ കുറേ അധികം പഠിക്കും. പക്ഷേ നമുക്ക് ഏറ്റവും മടിയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവിഷൻ ചെയ്യലാണ്. അപ്പോൾ റിവിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക, എക്സാം ഹാളിൽ ഇരിക്കുമ്പം പഠിച്ച ടോപ്പിക്കാണെങ്കിൽ കൂടി നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റില്ല. നമുക്ക് ആ ഒരു ഏത് പേജിലാണുള്ളത് അല്ലെങ്കിൽ ഏത് സൈഡിലാണുള്ളത് ഏത് പെന്നും കൊണ്ട് എഴുതിയ വരെ നമുക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ നമുക്ക് ആ ഒരു ആൻസറിലോട്ട് എത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ അത് സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ പഠിച്ചതാണല്ലോ എന്നുള്ള ഈഗോ കാരണം നമ്മളത് അറ്റൻഡ് ചെയ്യും. സ്വാഭാവികമായിട്ട് നമുക്ക് നെഗറ്റീവ് അടിക്കും. അപ്പോൾ ഇതാണ് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം. അപ്പം അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു റിവിഷൻ ടെക്നിക്കാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അതായത് 1-4-7 റിവിഷൻ റൂൾ. ഒന്നുമില്ല, നമ്മൾ ഇപ്പോൾ ഇന്നൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നാളെ തന്നെ ഫസ്റ്റ് ഡേ റിവൈസ് ചെയ്യുക. പിന്നെ റിവൈസ് ചെയ്യേണ്ടത് 4-ാമത്തെ ദിവസം, പിന്നെ റിവൈസ് ചെയ്യേണ്ടത് 7-ാമത്തെ ദിവസം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് മാറിയിട്ട് ഒരു ലോങ് ടേമിലോട്ട് നമ്മുടെ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.